അതെ, അഡ്വക്കേറ്റ് ഷാനിബ അലി അതിനെ നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും അഡ്വക്കേറ്റ് ഷാനിബ അലിക്ക് ഇതിനോട് പ്രതികരിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന് ഇന്നലെ പറയുന്നു, ഇന്ന് അത് തനിക്ക് പരാതിയില്ല എന്ന് പറയുന്നു. അതോടുകൂടി ആ വിഷയം ഇല്ലാതായി എന്ന് കരുതാനാകുമോ ഷാനിബ? നമ്മളിപ്പോൾ ഒരു 2 ദിവസം മുൻപ് നമ്മൾ വുമൻസ് ഡേ ഭയങ്കര കാര്യമായിട്ട് ആഘോഷിച്ചു. ഭയങ്കര വിപുലമായിട്ട് വുമൻസ് ഡേ ആഘോഷിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം വരുന്നത് ഒരു ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റി നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് പറയുന്നു. ഇപ്പം കേരളത്തിലുള്ള വീടുകളിൽ എത്ര ശതമാനം വീടുകളിൽ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഒരു ആക്ടിൻ്റെ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി എല്ലാ വീട്ടിലും ഏതെങ്കിലും രീതിയിൽ വെർബലായിട്ടോ ഫിസിക്കലായിട്ടോ ഇതിന് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 498 ഫയൽ ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പുറത്ത് DV-യിൽ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ ചോദിക്കുകയാണെങ്കിലും അങ്ങനെ നേരത്തെ പറയുണ്ടായി പോലീസ് അറസ്റ്റ് ചെയ്തില്ല, പിറ്റേ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യേണ്ടല്ലേ, ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ടല്ലേ എന്നൊക്കെ സുപ്രീം കോടതി പല കേസസിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു കേസ് വരുവാണെങ്കിൽ, അതായത് ഇഫ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഫാമിലി, അതായത് ഹസ്ബൻഡിനെതിരെ, ഹസ്ബൻഡിൻ്റെ ഇൻലോസിനെതിരെ വീട്ടുകാർക്കെതിരെ ഒക്കെ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ജെന്യൂനിറ്റി മൊത്തമായിട്ട് പരിശോധിച്ചിട്ട് മാത്രമേ അറസ്റ്റ് പോലുള്ള കാര്യങ്ങളിലോട്ട് പോകാവൂന്ന്. അപ്പോൾ ചാടിക്കേറി അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അലിഗേഷൻ അല്ല ഇത്. അതിനൊരു കാരണവും കൂടിയുണ്ട്. അതായത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഫയൽ ചെയ്യപ്പെടുന്ന ഫേക്ക് കംപ്ലയിൻറ്റ്സ് ആണ്. അതായത് ഒരു കംപ്ലയിൻറ്റ് ജെന്യൂൻ ആണെങ്കിൽ അടുത്ത 2 കംപ്ലയിൻറ്റ് ഫേക്ക് ആയിരിക്കും. അത് നമ്മൾ പിന്നെ അറിയാം ഒരുപാട് ടൈം കഴിഞ്ഞ് ഇതിൻ്റെ ട്രയലൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, കഴമ്പൊന്നും ഇല്ല എന്ന് റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ട്രിവിയലൈസ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ഇത് ലൈറ്റ് ആക്കപ്പെടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. അത് ഭയങ്കര ലൈറ്റായിട്ട് ആൾക്കാർ എടുക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്ര നമ്പർ ഓഫ് ഫേക്ക് അലിഗേഷൻസും ഫേക്ക് കംപ്ലയിൻറ്റ്സും വരുന്നതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഒരു സെറ്റിൽമെൻറ്റിനെ പറ്റി സംസാരിച്ചു. അതായത് ഒരു കംപ്ലയിൻറ്റ് വന്നു, നെക്സ്റ്റ് ഡേ ദി വുമൻ സേസ് ഇല്ല എനിക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല, ഞങ്ങൾ തമ്മിലുള്ളൊരു പിണക്കം മാത്രമായിരുന്നു, അത് ശരിയായെന്ന്. ഇപ്പോൾ ഇതൊരു മന്ത്രിയും ഭാര്യയും തമ്മിലുള്ള ഒരു കാര്യമായതുകൊണ്ട് കേരള സമൂഹം ഒന്നടങ്കം അത് ചർച്ച ചെയ്യുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 498 കേസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീധന പീഡനത്തിന്റെ പുറത്തൊരു കേസ് വരുമ്പോൾ എത്ര കേസസ് ആണ് കോടതിയിൽ ഇതേ ലൈനിൽ സെറ്റിൽ ചെയ്യപ്പെടുന്നത്, ക്വാഷ് ചെയ്യപ്പെടുന്നത്. കോടതി അതിന്റെ ഇതിലോട്ടൊന്നും കടക്കാറില്ല. കാരണം അവർ പറയുന്നു എനിക്ക് എൻ്റെ ഭർത്താവിനെതിരെ ഇപ്പൊ കേസില്ല, എനിക്കിത് ക്വാഷ് ചെയ്യുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അമിക്കബിളി സെറ്റിലായി. ഇത് പറഞ്ഞ് അഫിഡവിറ്റ് കൊടുക്കുന്ന മൊമെന്റിൽ കോടതിയും അത് ക്വാഷ് ചെയ്യാണ് ചെയ്യുന്നത്, ആ കേസെടുത്ത് കളയാണ് ചെയ്യുന്നത്. കാരണം അതിനൊരു ഫാമിലി ഡിസ്പ്യൂട്ടായിട്ടും ഒരു കുടുംബത്തിൽ വന്ന പ്രശ്നങ്ങളായിട്ടുമാണ് കാണുന്നത്. വ്യത്യാസമില്ലേ ഷാനിബ? അതിപ്പോൾ സംഭവ സ്ഥലത്ത് ഇപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നുള്ളതാണ് പരാതി. ഇത് ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ സംഭവ സ്ഥലത്ത് നിന്നാണ് അവർ വിളിക്കുന്നത് പോലീസിനെ. അപ്പോൾ അവിടേക്ക് പോലീസ് എത്തുകയും ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റുകയില്ല എന്നുമാണ് പറയുന്നത്. അപ്പോൾ അവർ അവിടെ ആവശ്യപ്പെടുന്ന പോലീസിന്റെ സഹായം അത് അവർക്ക് ലഭിക്കുന്നില്ല, ടാക്സി പിടിച്ചു പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫേക്ക് കംപ്ലൈന്റ് എന്ന ഒരു വിഷയവുമായി ചേർത്ത് വെക്കാവുന്ന കാര്യമല്ലല്ലോ ഷാനിബ. അല്ല ഓഫ് കോഴ്സ് അല്ല, ഞാൻ ഇത് ഫേക്ക് കംപ്ലൈന്റ് ആണെന്നല്ല പറയുന്നത്. ഇത് ട്രിവിയലൈസ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു കാരണം, ഇതിന് ശ്രദ്ധ കിട്ടാതെ പോകുന്നതിന്റെ ഒരു കാരണം ഇങ്ങനത്തെ കംപ്ലൈന്റ്സ് വരുന്നു എന്നുള്ള ഒരു ജനറൽ ആസ്പെക്ട് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഈ ഒരു ഇഷ്യൂല് അവർക്ക് എതിരെ നടന്നത് ഒരു അസോൾട്ട് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രിയുടെ PA ഉപദ്രവിച്ചു, അവരുടെ അലിഗേഷൻസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മന്ത്രിയുടെ PA ഉപദ്രവിച്ചു, ഫോൺ തട്ടിപ്പറിച്ചു, അല്ലെങ്കിൽ അവരെ അവിടെ ആ റൂമിൽ തടങ്കലിലാക്കാൻ ശ്രമിച്ചു എന്നെല്ലാം പറയുന്നത് വേറെ ലെവൽ ഗ്രാവിറ്റി ഉള്ള സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. അവർക്ക് അവരുടെ ഭർത്താവുമായിട്ടുള്ള കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു, ഞങ്ങൾ തമ്മിൽ പിണക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞാലും കേരള പോലീസ് സ്വമേധയാ കേസ് എടുക്കേണ്ട ഏരിയയാണ് ഈ പറയുന്ന ഈ അസോൾട്ടും അവർ ചെയ്തിട്ടുള്ള തടങ്കലിൽ വെക്കാന്ന് പറയുന്ന അവരുടെ ഗോയിങ് ബൈ ദർ ഓൺ വേർഡ്സ് ഈ സാധനങ്ങളെല്ലാം വെച്ചൊരു FIR ചാർജ് ചെയ്യാൻ ഒരു തടസ്സമില്ല മന്ത്രിയുടെ PAക്കെതിരെയും. പിന്നെ എനിക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഈ അലിഗേഷൻസ് എല്ലാം കേട്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും വരുന്നൊരു സംശയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് പരാതി പറയുന്നു എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് പരാതി പറയാൻ അവരാരാണ്? എനിക്ക് എപ്പോഴും വരുന്നൊരു സംശയമാണ്. ഞാൻ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചു എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ ഗ്ലോറി ആൾക്കാർക്ക്? ജനാധിപത്യപരമായിട്ട് നമ്മളെ ഇലക്ട് ചെയ്ത ആൾക്കാരോടാണ് നമ്മൾക്ക് ഈ പറയുന്ന, അവർക്കാണ് നമ്മളോട് ബാധ്യതയുള്ളത്. നമ്മൾ ആവശ്യമില്ലാത്തൊരു രീതിയിലോട്ട് എന്തിനാണ് ഇതിനെ കൊണ്ടുപോകുന്നത്? ശരിക്കും മന്ത്രിയുടെ ഭാര്യ എന്ന് പറയുന്നത് ശരിക്കും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർക്കിതാണ് അവസ്ഥയെങ്കിൽ ബാക്കിയുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സോ എനിക്കിപ്പോൾ തോന്നുന്നത് ഷീ വോൺ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ഷൻ നിൽക്കുന്ന സാധ്യതയിൽ ഒരു സാഹചര്യത്തിൽ സാധാരണ പുരുഷന്മാരെ പോലെ നീ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് ഓടി ഒളിക്കാനുള്ള ഒരു സാഹചര്യം മന്ത്രിക്കില്ല. അയാൾക്ക് മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ.
അയാൾക്ക് അവർ പറയുന്ന ഡിമാൻഡ്സ് അംഗീകരിക്കുക അല്ലാതെ ഇവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഒരു സെറ്റിൽമെന്റ് ആണ് ഇവിടെ നടന്നിട്ടുണ്ടാവുക എന്നാണ്. കാരണം ഇത്രയും ആൾക്കാർ ഉറ്റുനോക്കുന്ന, പ്രതിപക്ഷം മൊത്തത്തിൽ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ നിർബന്ധിച്ചോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചോ ഈ കാര്യം സെറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അത്യാവശ്യം ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഇത് അവരുടെ വഴിക്ക് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ട്. ഐ എം ഹാപ്പി ദാറ്റ് ഇത് ചർച്ചയ്ക്ക് വരുന്നു. ആൾക്കാർ ഇതിനെപ്പറ്റി ഇത്രയും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ സ്വന്തം വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ ചുമ്മാ ഒന്ന് ഉന്തിയതല്ലേ ഉള്ളൂ, തള്ളിയതല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ പോലും ഇവിടെയൊക്കെ വന്ന് ചർച്ചയിൽ പറയുമ്പോൾ അത് ഇത്രയും ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞ് ആ ഒരു ഡെഫിനിഷനിൽ ഫിറ്റ് ഇൻ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടെ തന്നെയാണ്. പിന്നെ ഇതിലെ ധാർമ്മികത എന്ന് പറയുന്നത് ഒരു വ്യക്തി ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ ഇതൊരു മന്ത്രി ചെയ്തു എന്നുള്ളതിലാണ്. മന്ത്രിക്ക് എത്ര പ്രണയങ്ങളാവും, മന്ത്രി ആയാലും സാധാരണ മനുഷ്യനായാലും അഡൾട്ടറിയും ഇവിടെ ഡീക്രിമിനലൈസ് ചെയ്തു. നമുക്കതിൽ പ്രത്യേകിച്ച് വി ഡോണ്ട് ഹാവ് എ സേ ഇൻ ഇറ്റ്, നമുക്ക് പ്രത്യേകിച്ച് അതിൽ ഒന്നും തന്നെ പറയാനില്ല. പക്ഷേ ഭാര്യയ്ക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. നമ്മൾ വിവാഹം എന്ന് പറയുന്ന ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ ഭാര്യയ്ക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. അവർക്ക് അവരുടെ സെൽഫ് റെസ്പെക്റ്റോട് കൂടി ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അത് ലംഘിക്കപ്പെടുന്നു. ഭർത്താവ് പുറത്ത് വേറൊരു സ്ത്രീയായിട്ട് ബന്ധത്തിലാണ് എന്നറിയുമ്പോൾ അവർക്ക് ഡിവോഴ്സ് മേടിക്കാനുള്ള അവകാശമുണ്ട്. ഇനി അതേ ഗ്രൗണ്ടിൽ തന്നെ അവർക്ക് ഡിവോഴ്സ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഒരു സ്ത്രീയല്ല, പല സ്ത്രീകളാണെങ്കിലും അവർക്ക് അതേ ഗ്രൗണ്ടിൽ തന്നെ ഡിവോഴ്സ് കിട്ടുകയും ചെയ്യും. അവർക്ക് മാന്യമായിട്ടുള്ള ജീവനാംശം ചോദിക്കാനുള്ള അവകാശമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഡൊമസ്റ്റിക് വയലൻസിനേക്കാൾ കൂടുതൽ എനിക്ക് പോലീസിനോട് പറയാനുള്ളത്, അവർക്കിപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് കേസ് മാത്രമേ സെറ്റിൽ ആയിട്ടുള്ളൂ. ഇപ്പോഴും ഈ ഉപദ്രവിച്ചു എന്ന് അവർ കൃത്യമായിട്ട് പറയുന്ന അതവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല, അതവർ സെറ്റ് ചെയ്തിട്ടുമില്ല. ഉപദ്രവിച്ചു എന്ന് കൃത്യമായിട്ട് അവർ പേരെടുത്ത് പറയുന്ന ആൾക്കാർക്കെതിരെ എന്തുകൊണ്ടാണ് ഒരു പരാതി വരാത്തത്? എന്തുകൊണ്ടാണ് അവരൊരു FIR ഇടാത്തത്? എന്തുകൊണ്ടാണ് അവർക്കെതിരെ അന്വേഷിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ ഇൻസിഡന്റ് പുറത്തോട്ട് വരാത്തത്? അത് ശരിക്കും ധാർമ്മികപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിലാണ് എനിക്ക് തോന്നുന്നു നമ്മളുടെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പൊക്കെ ഇപ്പൊ സ്ട്രെസ് ചെയ്യേണ്ടത് ഇതിനേക്കാൾ കൂടുതൽ. കാരണം ഇതിൽ നിന്ന് ഇത് എവിടെയും അറിയാതെ അവർക്ക് 2-3 ദിവസം കഴിയുമ്പോൾ തേച്ച് മായ്ച്ച്, ഇനിയിപ്പോ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കോഷ് ചെയ്ത് പോകാവുന്ന ഒരു സാധനമാണ്, നമ്മൾ ആരും അറിയില്ല. പക്ഷെ ഈ കംപ്ലൈന്റ് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ഈ പറയുന്ന പോലെ മന്ത്രി ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നു, മന്ത്രി ഡയറക്റ്റ് അല്ല ഉപദ്രവിക്കുന്നത്, അവരുടെ ഇപ്പൊ ഈ പറയുന്ന പോലെയല്ലേ പേഴ്സണൽ സ്റ്റാഫിനെ വെച്ച് ഉപദ്രവിക്കുക എന്ന് പറയുന്നത്. അതെ 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 അപ്പൊ അവര് ചെയ്തിട്ടുള്ള അസോൾട്ടിനെതിരെ പോലും ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. എന്താണ്, ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ചു, വെൽ ആൻഡ് ഗുഡ്. താങ്കളും താങ്കളുടെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ താങ്കൾ പരിഹരിച്ചു, നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ബാക്കി ആൾക്കാരോ? അപ്പൊ ബാക്കി സ്ത്രീകൾ മൊത്തം സംശയത്തിന്റെ നിഴലിലാവുകയല്ലേ ചെയ്യുന്നത്? അതായത് ജെന്യൂൻ ആയിട്ട് കംപ്ലൈന്റ് കൊടുക്കുന്ന സ്ത്രീകൾ മൊത്തം സംശയത്തിന്റെ നിഴലിലാവും. ഇതൊരു ജെന്യൂൻ കംപ്ലൈന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ജെന്യൂൻ ആയിട്ട് എന്റെ ഭർത്താവ് എന്നോട് ഇത് ചെയ്യുന്നു എന്നൊരു സ്ത്രീക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വെറുതെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കുമ്പോഴേക്കും അത് സെറ്റിൽ ചെയ്യാൻ പാടുള്ള ഒരു കാര്യമല്ല. അത് ബാക്കി സ്ത്രീകളെ കൂടി ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. Debate with Smriti Parittikad.